കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവതയും ഞങ്ങളുടെ പാത്തി ഞങ്ങൾ അടഞ്ഞു വരുന്നു അപ്പാ. ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവമറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവമറന്ന് തൻ സന്നിധിയിൽ ബോധമോടിന്ന്. നമ്മെ സർവമറന്ന് Low battery, please charge. ആരാധിക്കാം യേശു കർത്താവിനെ. ഹല്ലേലൂയ, നീ എൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ പൂർണ്ണനായി. നീ എൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ ധന്യയായി. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയെ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ബോധമോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാൽ ആരാധിക്കാം യേശു കർത്താവിനെ. Hallelujah, praise the Lord. Rimana bisekere besiandara bashandara bapange സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. Hallelujah. അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന അപ്പന്റെ പാദത്തിലേക്ക് ഞങ്ങൾ അണഞ്ഞു വരുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 51 16 17 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണല്ലോ 51 സങ്കീർത്തനം. അവിടെ ഇങ്ങനെ പറയുന്നു: ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദ് ഹല്ലേലൂയ ഒരുപാട് സങ്കീർത്തനങ്ങൾ എഴുതി. തന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും താൻ ഹൃദയം തകർന്ന അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോഴും ഹല്ലേലൂയ തന്റെ ഹൃദയത്തിലെ വേദനയിൽ നിന്ന് ഹല്ലേലൂയ കർത്താവിനോട് നിലവിളിക്കുന്ന പല സങ്കീർത്തനങ്ങളും നമുക്ക് കാണാം. ഹല്ലേലൂയ. അതിലൊരു സങ്കീർത്തനമാണ് ആക്ച്വലി ദിസ് psalm, it's for the repentance. നമ്മുടെ റിപ്പന്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. സാധാരണ നമ്മളിത് തിരുവത്താഴ് ശുശ്രൂഷകളിൽ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ.
ദൈവം പ്രസാദിക്കുന്ന ഹരണയാകോ ഹോമയാകോ ഏതെന്ന് ദാവീദിന്റെ അനുഭവത്തിൽ നിന്ന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദ് പല ഘട്ടങ്ങളിലും ദൈവസന്നിധിയിൽ നിന്ന് വീണ് പാപം ചെയ്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദാവീദ് പാപം ചെയ്ത ശേഷം താൻ ഓരോ യാഗങ്ങൾ അർപ്പിക്കുമ്പോഴും ഹല്ലേലൂയ തന്റെ ഉള്ളിൽ ഭയങ്കര കുറ്റബോധം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. തനിക്ക് ആ യാഗം കഴിച്ചതിൽ ഹല്ലേലൂയ ദൈവം പ്രസാദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഹല്ലേലൂയ തന്റെ ഉള്ളിലെ ആ ധാരബ ശിഖരബ തന്റെ ഉള്ളിലെ ആ കുറ്റബോധം ഭയങ്കര ഗിൽട്ടി ഫീലിംഗ് താൻ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിന് മനസ്സിലായി തന്റെ യാഗത്തിൽ പല തവണ പാപം ചെയ്തിട്ട് കർത്താവിന്റെ സന്നിധിയിൽ എത്ര ഹരണയാകവും ഹോമയാകവും കഴിച്ചിട്ടും ഹല്ലേലൂയ തന്റെ ഉള്ളിൽ ഒരു സമാധാനം വന്നിട്ടില്ല. ഹല്ലേലൂയ. നമുക്കൊരു ആരാധനയ്ക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കൂട്ടായ്മയ്ക്ക് ഇരിക്കുവാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കിയിട്ടാണ് നമ്മൾ വചനസന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ ആ വചനത്തിലൂടെ കേൾക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ ഒരുക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. താൻ പറയുന്നുണ്ട് തന്റെ ഹൃദയത്തോട്, സ്വയം സങ്കീർത്തനക്കാരൻ ദാവീദ് തന്റെ ഹൃദയത്തോട് പറയുകയാണ്, ഹൃദയത്തോട് നുറുങ്ങിയ ഹൃദയത്തോട് തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ഉള്ളിൽ വലിയ സമാധാനം വന്നു. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ആരും 100% പെർഫെക്റ്റ് അല്ല. നമ്മൾ ചിലപ്പോൾ വചനം വിട്ട് നമ്മൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ സഭകളിൽ പലപ്പോഴും ഇപ്പോൾ കേൾക്കാൻ കഴിയാത്ത ഒരു വാക്കാണ് റിപ്പന്റൻസ്. ഹല്ലേലൂയ. അങ്ങനെ മനസാന്തരത്തെ കുറിച്ച് പറയുവാണെങ്കിൽ അവര് പറയും ഹല്ലേലൂയ അത് അവർ പറയും അത് രക്ഷിക്കപ്പെടാത്തവർക്കുള്ളതാണ് മാനസാന്തരം. ദൈവമക്കളെ, നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ വന്നാലും നമ്മൾ വർഷിപ്പിന്റെ ഡീപ് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ ഇന്ന് മീറ്റിങ്ങിന് പല തടസ്സങ്ങളും ഉണ്ട്. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് പറയുകയാണ്, തന്റെ ഹൃദയത്തോട് പറയാൻ തന്റെ ലംഘനങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഹല്ലേലൂയ തന്റെ ഹൃദയത്തിലെ മുഴുവൻ ഹല്ലേലൂയ കർത്താവേ ഞാൻ അങ്ങയോട് തെറ്റിപ്പോയി, സ്വർഗത്തോടും അപ്പനോടും ഞാൻ പാപം ചെയ്തു, തന്റെ ഹൃദയത്തിലെ എല്ലാ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞപ്പോൾ സങ്കീർത്തന ദാവീദിന്റെ ഉള്ളിൽ വലിയ സമാധാനം വന്നു. നമുക്ക് അങ്ങനെയല്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. നമ്മൾ യാഗപീഠത്തിന്റെ മുന്നിൽ വരുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകാറുണ്ടോ? ഹല്ലേലൂയ. നമ്മളൊരു ഒരുക്കത്തോടെയാണോ? നമ്മളൊരു സൺഡേ വർഷിപ്പ് ആണെങ്കിൽ, നമ്മളൊരു കൂട്ടായ്മ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മുടെ കുറ്റങ്ങളെ നമ്മൾ ഏറ്റു പറയുന്നുണ്ടോ? ഹല്ലേലൂയ. യാഗത്തിന് ഹല്ലേലൂയ പ്രധാന ചില കാര്യങ്ങളുണ്ട് ദൈവമക്കളെ. ഒന്ന്, യാഗവസ്തു നുറുക്കപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ യാഗവസ്തു ആരാണ്? ഹല്ലേലൂയ നമ്മളാണ്. പുതിയ നിയമത്തിൽ യാഗവസ്തു നമ്മളാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ പരിച്ഛേദനയും അനുതാപത്താലും പശ്ചാത്താപത്താലുമുള്ള നുറുക്കം ഉണ്ടാകണം. നമ്മുടെ പഴയ നിയമത്തെ നമ്മൾ വായിക്കുക, നമ്മുടെ ഹൃദയങ്ങളെ, വസ്ത്രങ്ങളെ അല്ല, ഹൃദയത്തെ കീറിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള യാഗത്തിലാണ് ഹല്ലേലൂയ ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ലൂക്കോസ് വിശേഷം വായിക്കുമ്പോൾ അവിടെ രണ്ടുപേർ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഒരു ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പരീശൻ പറഞ്ഞു ഹല്ലേലൂയ ദൈവമേ പിടിച്ചുപറിക്കാരൻ, നീതികെട്ടവൻ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യനെ പോലെ ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ആ വ്യക്തി സ്വയമായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ തന്നെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ ചുങ്കക്കാരനെ നോക്കിക്കേ, ചുങ്കക്കാരനോ
പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. റീകാലബസ്യ. അവിടെ നമ്മൾ വായിക്കുന്നു, ഇത് പുതിയ നിയമത്തിലെ കാര്യമാണ്. ഹല്ലേലൂയ. ആ ചുങ്കക്കാരൻ ഹല്ലേലൂയ കർത്താവിനോട് ഒന്നും പറയുന്നില്ല, ആരെ കുറിച്ച് കുറ്റം പറയുന്നില്ല, തന്നെ കുറിച്ച്, കർത്താവേ ഞാൻ വലിയൊരു പാപിയാണ്, എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. നമ്മൾ ആ വചനം വായിക്കുമ്പോൾ അവിടെ കാണുന്ന എന്താണ്? ഹല്ലേലൂയ. ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. സ്വയം നീതീകരണത്തിലും ഹല്ലേലൂയ കുറ്റപ്പെടുത്തലുമുള്ള പ്രാർത്ഥനയാണ് ആദ്യത്തെ പ്രാർത്ഥന. എന്നാൽ നോക്കിക്കേ, ആ ചുങ്കക്കാരന്റെ ഹൃദയം നമ്മളൊന്ന് നോക്കിക്കേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി, ഹൃദയം തകർന്ന്, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. നമുക്കറിയാം യാബോക്ക് കടവിൽ യാക്കോബ് ഹല്ലേലൂയ എന്താ പറഞ്ഞ യാക്കോബ്, കർത്താവേ നീ എന്നെ, ദൂതനോട് പറയാം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവം അവനെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിച്ച ഭാഗം നമ്മൾ നോക്കിയേ, അവിടെ കർത്താവ് ഹല്ലേലൂയ ഹൃദയത്തെ നൊന്ത ആണ് കർത്താവിനോട്, പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. അവിടെ അത്ഭുതം നടക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹൃദയം നുറുങ്ങിയുള്ള നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ സ്വർഗം നമ്മളെ ഹല്ലേലൂയ പ്രസാദിക്കുന്ന യാഗമാണ്. ഹല്ലേലൂയ. നമ്മള് ഹല്ലേലൂയ ഇവിടെ നമ്മള് പറഞ്ഞു യാഗപീഠം, ഇവിടെ ഒരു യാഗപീഠമുണ്ട്, ഇവിടെ ഒരു യാഗവസ്തു ഉണ്ട്, അത് നമ്മളാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമായ യാഗമായി സമർപ്പിക്കണമെന്ന് റോമാലേഖനം 12:1 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. നമ്മളൊരു സഭാ ആരാധനയ്ക്ക് നമ്മൾ ഞായറാഴ്ച കടന്നു പോകുമ്പോൾ കഴിഞ്ഞ 7 ദിവസം ഹല്ലേലൂയ അല്ലെങ്കിൽ 6 ദിവസം നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത്, നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഹല്ലേലൂയ കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച് നമ്മൾ ആ യാഗപീഠത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ആരാധനയ്ക്ക് വരികയാണെങ്കിൽ ദൈവമക്കളെ, തീർച്ചയായിട്ടും അവിടെ തീ കത്തും, ദൈവത്തിന്റെ അഗ്നി അവിടെ ഇറങ്ങും. ഹല്ലേലൂയ. നമ്മളെ തന്നെ യാഗമായി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മള് സമാഗമന കൂടാരത്തിൽ അവിടെ താമ്രത്തൊട്ടി ഉണ്ട് അല്ലെ. താമ്രത്തൊട്ടി എന്തിനാണ് വെച്ചിരുന്നത്? കാൽ കഴുകാനുള്ള പാത്രമാണ് താമ്രത്തൊട്ടി. അത് ശുദ്ധീകരണത്തെ കാണിക്കുന്നു. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ പെന്തക്കോസ്റ്റ് ചേർച്ചസിലെല്ലാം നമുക്കറിയാം, ഒരു ആരാധനയ്ക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം പാട്ടുപാടി ആരാധിക്കും, അത് കഴിഞ്ഞ് സങ്കീർത്തന ശുശ്രൂഷയിലേക്ക് പോകും. ഇപ്പൊ അതൊക്കെ കളിയാക്കി പലയിടത്തും സങ്കീർത്തന ശുശ്രൂഷകൾ നടക്കാറില്ല. ഹല്ലേലൂയ. എല്ലാവരും സമയത്തിന് കേറിയില്ലെങ്കിൽ ഉള്ള കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അവിടെ കാണാം സങ്കീർത്തന ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോ ആ പാറ്റേൺ എങ്ങനെയാണ്? ആദ്യം പാടുക, പിന്നെ സങ്കീർത്തന ശുശ്രൂഷ, അത് കഴിഞ്ഞ് വീണ്ടും തിരുവത്താഴ് ശുശ്രൂഷ, അങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ ഒക്കെ ചേർച്ചസിൽ. ആ പെന്തക്കോസ്റ്റൽ ഡോക്ടറിന് അനുസരിച്ചുള്ള വർഷിപ്പ് അതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 1-1.25 മണിക്കൂർ ഒരു വചന ശുശ്രൂഷ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ആക്ച്വലി നമ്മള് താമ്രത്തൊട്ടിയിൽ കാല് കഴുകുന്ന ആ പ്രകാരം നമുക്കറിയാം, കോർട്ട്യാർഡ്, ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്. ആ താമ്രത്തൊട്ടിയിൽ കാല് കഴുകുന്ന ശുശ്രൂഷയ്ക്ക് അതിന് പ്രതീകമാണ് ഹല്ലേലൂയ നമ്മുടെ സങ്കീർത്തനം. ഹല്ലേലൂയ. സങ്കീർത്തനം ഹല്ലേലൂയ നമ്മൾ അവിടെ വായിച്ച് ആ സങ്കീർത്തനം ആക്ച്വലി നമ്മുടെ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ഞാൻ ഹീബ്രു റൂട്ടിൽ നിന്നാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. എനിക്കും ഇത് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് ഓരോ കാര്യങ്ങളും ഉള്ളത് നമ്മളെ ശരിക്കും പ്രാക്ടിക്കലി നമ്മൾ ആ പുതിയ നിയമവും പഴയ നിയമവും ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ആ സങ്കീർത്തന ശുശ്രൂഷയിലൂടെ നമ്മൾ ഒരു ശുദ്ധീകരണത്തിലൂടെ നമ്മൾ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മളിൽ ഒരു വലിയ ശുദ്ധീകരണം നടക്കും. അതിനോടൊപ്പം ചിലപ്പോൾ നമുക്ക് കാണാം പ്രബോധനങ്ങൾ കാണാറുണ്ട്, ചില സഭകളിൽ പ്രബോധനങ്ങൾ കാണാറുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മളെ ശുദ്ധീകരിച്ചിട്ട്
ആണ് നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാല് യഹൂദന്മാര് അവരുടെ കയ്യില് ഒരു സിട്രസ്, നാരങ്ങ പോലൊരു ഫ്രൂട്ട് ഒരു കയ്യിലുണ്ടാവും, മറ്റേ കയ്യില് അവർ കൊഴുന്ത് പറഞ്ഞ നല്ല മണമുള്ള ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഈ പൂക്കടയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. അത് റൈറ്റ് സൈഡിൽ പിടിക്കും. എന്നിട്ട് അവര് സ്തുതിച്ചാണ് അത് ഓൾട്ടർനേറ്റ്ലി അവര് ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ പൊക്കുകയും താഴ്ക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ട് അവർ നൃത്ത ചുവടുകളോടെയാണ് ഹല്ലേലൂയ അവർ ആ ആരാധനാലയത്തിലേക്ക് കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അപ്പം അവരുടെ ആരാധന എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അവര് ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവർ ഹല്ലേലൂയ ഈ സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ അവർ പാടി, എനിക്ക് തോന്നുന്നു 116 117 ഒക്കെയാണ് അവർ വായിക്കുന്നത്. അതൊക്കെ പാടി ആണ് ആ ഒരു ശുശ്രൂഷയിലേക്ക് അവർ കടക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ സാധാരണ വർഷിപ്സിനെല്ലാം നമ്മൾ സ്തുതി ഗീതങ്ങളും ഉണ്ടായിരിക്കണം, സ്തോത്ര ഗീതങ്ങളും ഉണ്ടായിരിക്കും. എന്താണ് ഈ സ്തുതി ഗീതങ്ങൾ? ദൈവം ആരാണ് എന്നുള്ളതാണ് ഞാനിപ്പം നമ്മള് കിബ്രോ റൂട്ടിൽ നിന്ന് നമ്മൾ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്, അത് പഠിപ്പിച്ചതാണ് കുറെ കാര്യങ്ങൾ. അപ്പൊ അവിടെ സ്തുതി ഗീതങ്ങൾ ആദ്യം നമ്മൾ പാടേണ്ടത് കർത്താവ് ആരാണ്, ദൈവം ആരാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ ആരാധിക്കേണ്ടത്. പലപ്പോഴും നമുക്കറിയാം പല പാട്ടുകള് എന്താണ്, എനിക്ക് ആഹാരം ഒരിക്കലും കുറയുകയില്ല, ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത പല പാട്ടുകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മുടെ വർഷിപ്പിൽ നമ്മളെ കോർട്ട്യാർഡിലേക്ക് നമ്മൾ ആ തുടങ്ങുന്ന പ്രാകാരത്തിലേക്ക് കടക്കേണ്ടത് ദൈവത്തിന്റെ സ്തുതി ഗീതങ്ങളാണ്. ദൈവത്തെ ദൈവത്തിന്റെ നാമത്തെ, ദൈവം ആരാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രൈസ് ചെയ്താണ് നമ്മൾ അതിനുള്ളിലേക്ക് നമ്മൾ കയറേണ്ടത്. അത് കഴിഞ്ഞാണ് സ്തോത്രഗീതം എന്താണ്? ഹല്ലേലൂയ. ഇതുവരെ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ നമ്മൾ സ്തുതിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നേന്, കർത്താവ് തന്ന ജീവനായി, കർത്താവ് തന്ന നിത്യജീവനായി, കർത്താവ് തന്ന പാപമോചനത്തിനായി, കർത്താവിനെ ശുദ്ധീകരിച്ചതിനായി, യേശു കർത്താവിനെ എനിക്ക് തന്നതിനാൽ, അപ്രാലായി രക്ഷ എനിക്ക് തന്നതിനാൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞിട്ടാണ് സ്തോത്രഗീതം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി വർഷിപ്പില് സങ്കീർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് ഹല്ലേലൂയ നമ്മൾ കാണുന്നത് ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിലുള്ള വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് അവിടെ കാണാം ഇതിനിടയ്ക്ക് പ്രാർത്ഥന വരുന്നുണ്ട്. അത് ആ ധൂപവർഗത്തിൽ പ്രാർത്ഥന, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പൊൻപാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന മന്നയുണ്ട്, അവിടെ റേമ വേർഡുണ്ട്. ആ വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേമ വേർഡാണ് ആക്ച്വലി ആ മന്ന. ഹല്ലേലൂയ. ദൈവം നമ്മൾ ആ കേൾക്കുന്ന വചന ശുശ്രൂഷ ഇനി നിങ്ങള് സഭ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹല്ലേലൂയ. ആ വചന ശുശ്രൂഷയിൽ നമുക്കൊരു റേമ വേർഡ് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാം ഈ വചനം ഇന്ന് എന്നോടാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് എല്ലാ ദൈവമക്കളോടുമുള്ള ഒരു ദൂതാണ് അവിടെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഹോളായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും ചില വചനങ്ങൾ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തെ തോടും. നമ്മളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ സഭ ചേർച്ചിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മളോട് ആ വചനം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവങ്ങളെ ഓർത്തോളം നമുക്കുള്ള ആ മന്നയാണത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആരാധന ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. നമ്മൾ ആ ദിവസം മാത്രമല്ല അതിന് മുന്നേ നമ്മൾ ഒരുങ്ങി ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക്, നമ്മൾ ആ സഭ ആരാധനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ആ യാഗപീഠത്തിലേക്ക് നമ്മൾ വരുവാൻ ഹല്ലേലൂയ നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. അതുപോലെ യാഗവസ്തുവിനെ വിശ്വാസത്തോടെ അർപ്പിക്കണം. ഹല്ലേലൂയ. ധാരാഭാഷ്യേക്കും നമുക്കറിയാം ദാവീദ് ബലമില്ലാതാകുവോട് സിക്കാഗിൽ വെച്ച് കരഞ്ഞു എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ തന്റെ മക്കളും വീടും എല്ലാം തനിക്കുള്ളതെല്ലാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ. ദാവീദ് അവിടെ വളരെ നിരാശനായി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാലും തന്റെ ഉള്ളിൽ
വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. ഹല്ലേലൂയ. അവിടെ പക്ഷേ ദൈവത്തിന്മേലുള്ള വിശ്വാസം ദാവീദിനെ അവിടെ ഉറപ്പിച്ചതായിട്ട് നമുക്ക് അറിയാം. ഹല്ലേലൂയ. അതാണ് ദാവീദ് പറഞ്ഞ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറഞ്ഞു ദാവീദ് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. പ്രതികൂല അവസ്ഥയുടെ നടുവിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ ഉയർത്തുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവങ്ങളെ ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു മണിക്ക് നമുക്ക് ഇന്റർസിസ്റ്ററി അതർ ടൈംസ് പ്രയർ എല്ലാ ദിവസവും ഉണ്ട്. നമുക്ക് ഇനി തൊട്ട് അത് മീറ്റിംഗ്സ് ഉള്ള ദിവസം ഉണ്ടാവത്തില്ല, ആൻഡ് സൺഡേ അല്ലാത്ത എല്ലാ ദിവസങ്ങളും ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മൾ എന്താണ് നമ്മൾ ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, പാട്ടുപാടി. അതർ ടൈംസിൽ നമ്മൾ പല വിഷയങ്ങൾക്കായിട്ട് നമ്മുടെ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ വിഷയങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊരു സ്തോത്രം പറയുമ്പോൾ, നമ്മളൊരു സ്തുതി പറയുമ്പോൾ, നമ്മൾ ആത്മാവിൽ അല്ല പറയുന്നെങ്കിൽ ദൈവമക്കളെ ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല. നമ്മൾ മണിക്കൂറുകൾ സ്തോത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയാം, സഭയിൽ നമ്മൾ ഒത്തിരി ഡ്രസ് ചെയ്ത് വളരെ സന്തോഷത്തോടെ നമ്മൾ ചർച്ചിൽ വന്ന് ആദ്യം നമ്മളെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് എന്നിലെ കുറവുകളെ എല്ലാം മാറ്റി ഞാൻ കഴികൾ പ്രാപിച്ച് യാഗപീഠത്തിൽ എന്നെ തന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ദൈവത്തെ യാഗപീഠത്തിൽ നമ്മളെ സമർപ്പിക്കുവാൻ. ആ യാഗത്തിലാണ് തകർന്ന് നുറുങ്ങിയുമുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതി. അവിടെ ദൈവങ്ങളെ പരിശുദ്ധാത്മാവ് ഇറങ്ങും. ഹല്ലേലൂയ. ഞാൻ 1-2 സാക്ഷ്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാം. ഹല്ലേലൂയ. ഒരു ദേവദാസൻ ഏതാണ്ട് 600ഓളം പാട്ടുകൾ ദൈവം കൊടുത്തു ആ ദേവദാസന്. വളരെ നോർത്ത് ഇന്ത്യയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അഭിഷിക്തനാണ്. പക്ഷെ ഒരു ദിവസം ആ ദൈവഭക്തൻ ഇരുന്ന് പറഞ്ഞു, കർത്താവ് ഇത്രയും പാട്ടുകൾ കർത്താവ് എനിക്ക് തന്നു, പക്ഷെ ഇതൊന്നും ലോകത്തേക്ക് എനിക്കിത് വെളിച്ചത്തിലേക്ക് എന്താ പറയാ കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ. ഇത് അനേകർക്ക് ഒരു CD ആക്കാനോ പബ്ലിസൈസ് ചെയ്യാനോ പബ്ലിക്കലി അത് കൊടുക്കാനോ എനിക്ക് കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് എനിക്ക് ഈ കൃപാവരം? അത്രയും പറഞ്ഞതേ ഉള്ളൂ. ദൈവമക്കളെ, വേറൊരു സൺഡേ ക്ലാസ്സിൽ ആ ദേവദാസൻ ശുശ്രൂഷ കൊണ്ടിരുന്നപ്പോൾ ആ സൺഡേ ക്ലാസ് കഴിഞ്ഞ് അതില് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾക്ക് വേണ്ടി സൺഡേ സ്കൂളിൽ പാടാൻ ചില പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരണം. പാസ്റ്റർ തന്നെ ഈണം വെച്ച് ഞങ്ങൾക്ക് അതിവിടെ പാടി ആരാധിക്കാനാണെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ അടുത്ത സൺഡേയില് ആ പാട്ടുകൾ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ എത്ര പ്രാർത്ഥിച്ചിട്ട് ദൈവമക്കളെ ഒരൊറ്റ പാട്ടിന്റെ വരിയോ ഈണമോ ഒന്നും കിട്ടിയില്ല. വളരെ നിരാശനായി പോയി. താൻ ആ സാക്ഷ്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, 6, 7, 8 മാസം ദൈവസന്നിധിയിൽ കർത്താവിനോട് ക്ഷമ ചോദിച്ചു, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്റെ കുറവ് കൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു പോയതല്ല. കർത്താവ് തന്ന വലിയൊരു കൃപാവരങ്ങളിൽ ഒന്നാണ് ദൈവമക്കളെ പാട്ട് എഴുതുക, പാട്ട് പാടാൻ കഴിയുക, ദൈവം തരുന്ന പാട്ട് എഴുതി അതിന് ഈണം കൊടുക്കുക എന്നുള്ള വലിയൊരു കൃപാവരമാണ്. അതിന്റെ അത്രയും വലിയ ഇമ്പോർട്ടൻസ് ആ അഭിഷിക്തന് മനസ്സിലായില്ല. തന്റെ എന്താ പറയാ ബുദ്ധിമോശം കൊണ്ട് ദൈവത്തോട് പറഞ്ഞതാണ്. 8-9 മാസം കഴിഞ്ഞപ്പോൾ ദേവദാസൻ വീണ്ടും ഫാസ്റ്റിംഗ് ഇരിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ആ കൃപാവരം തരണം, എനിക്ക് എന്നോട് ക്ഷമിക്കണം. താൻ നിലവിളിച്ച് കുറെ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് ആ കൃപാവരം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. അതുകൊണ്ട് ഞാൻ മടക്കിയെടുത്തതാണ്. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ എന്നോട് അനുതപിച്ച് മടങ്ങി വരുവാണെങ്കിൽ വീണ്ടും ആ കൃപാവരം ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞു. ആ ദൈവമക്കളെ, ചില മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ ഒരുപാട് ദൈവസന്നിധിയിൽ കരഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, ഹൃദയ നുറുക്കത്തോടെ യഥാർത്ഥ മനസ്താപം, യഥാർത്ഥ റിപ്പന്റൻസ് നമ്മുടെ ഉള്ളിൽ നടക്കുവാണെങ്കിൽ യഥാർത്ഥ റിപ്പന്റൻസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു ബൈബിൾ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചായിരുന്നു. 3 കാര്യങ്ങൾ
കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് നടക്കണേ. ഹല്ലേലൂയ. താൻ ആയിരുന്ന സ്ഥലം, അതിന്റെ എക്സാമ്പിൾ ഹിബ്രു റൂട്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ വീട് കത്തിക്കുവാണ്. ദാറ്റ് മീൻസ് ആ നമ്മുടെ ആ ദൂഷ്യ സ്വഭാവത്തെ നമ്മൾ കത്തിച്ചിട്ട് രണ്ടാമത് ചെയ്യുന്നത് അതിനെ വിട്ട് ഓടുകയാണ്. ഹല്ലേലൂയ. മൂന്നാമത് അതിനെ പിന്നെ അനുഗമിക്കുന്നേ ഇല്ല. ഹല്ലേലൂയ. താൻ അതിൽ വിട്ട് ഓടുക എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടുകയാണ്. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥ റിപ്പൻഡൻസ്. അങ്ങനെ നമ്മൾ റിപ്പൻഡൻസ് ഒരു കാര്യത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു റിപ്പൻഡൻസ് നമ്മുടെ ഉള്ളിൽ നടന്നിട്ടില്ലെങ്കിൽ ദൈവമക്കളെ ഓർത്തോണം, റിയൽ റിപ്പൻഡൻസ് നമുക്ക് ആ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത്. ഇനി യാഗവസ്തു തീയാൽ ദഹിക്കണം. ഹല്ലേലൂയ. യാഗവസ്തു വിറകിന്മേൽ വെക്കണം. വിറക് കത്തിക്കുമ്പോൾ തകർന്നു നുറുങ്ങിയുള്ള വസ്തു ദഹിച്ച് ദൈവത്തിന്റെ മുമ്പിൽ സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി തീരണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് എന്തെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി നമ്മളിൽ ഉണ്ടോ നമുക്കറിയാം. പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. നമ്മൾ അതിനെ ഹല്ലേലൂയ യാഗവസ്തുവിൽ കൊണ്ടത് ഇരിക്കണം. ഹല്ലേലൂയ. അത് ഹൃദയത്തിൽ നിന്ന് ആ യഥാർത്ഥ റിപ്പൻഡൻസ് വരുമ്പോൾ സൗരഭ്യ വാസനയായി ദൈവസന്നിധിയിലേക്ക് ഉയരും. ദൈവമക്കളെ, നമ്മള് പുതിയ നിയമത്തിൽ പഠിക്കാൻ നമുക്കറിയാം 99 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ആട് ഓടിപ്പോയി. ആ ഒരു ആട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോഴാണ് ആ റിപ്പൻഡൻസിൽ ആ മടങ്ങി വന്ന മടങ്ങി വന്ന ആടിനെ ഓർത്താണ് സ്വർഗം സന്തോഷിക്കുന്നത്. സോ റിയൽ റിപ്പൻഡൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ റിയൽ worship. Hallelujah. നമുക്കറിയാം ഗെത്സമന തോട്ടത്തിൽ യേശു കർത്താവ് തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തിൽ നിന്നാണ് ആ പ്രാർത്ഥനയും സ്തുതിയും ദൈവത്തിന് പ്രസാദകരമായി തീർന്നു അല്ലെ. ഹല്ലേലൂയ. ആ ഗെത്സമന മരണത്തിൽ യേശുവിന് വിടുതൽ നൽകി തന്നെ ബലപ്പെടുത്തുവാൻ കർത്താവ് അവിടെ ഒരു ദൂതനെ അയച്ചതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയും പാട്ടും സകലതും ഹൃദയത്തിന് യഥാർത്ഥ നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ ഒരു സ്തോത്രം പറഞ്ഞു കർത്താവിനെ നമ്മളെന്ന് സ്തുതിക്കുന്നു. We really know that it is from our heart. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണോ അത് വരണേ, അത് യഥാർത്ഥ ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തിന് യഥാർത്ഥ മാനസാന്തരത്തിൽ നിന്നാണോ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവങ്ങളെ, തീർച്ചയായും ദൈവത്തിന്റെ തീ അഗ്നി അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇനി നാലാമത്തെ കാര്യം, അപ്പൊ നമ്മള് 4 കാര്യങ്ങളാണ് ഉള്ളത്. 1, യാഗവസ്തു നുറുക്കപ്പെടണം. 2, യാഗവസ്തുവിനെ വിശ്വാസത്തോടെ അർപ്പിക്കണം. 3, യാഗവസ്തു തീയാൽ ദഹിക്കണം. 4, യാഗവസ്തു വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. നുറുക്കപ്പെടുന്ന യാഗവസ്തു വിശുദ്ധമായിരിക്കണം. യാഗവസ്തു നുറുങ്ങിയത് കൊണ്ടായില്ല. ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നമ്മൾ സമർപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളെ നമ്മളത് ദൈവസന്നിധിയിൽ ഇരുന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ തീ അവിടെ ഇറങ്ങി വരും. നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവശബ്ദം നമ്മൾ കേൾക്കും. നമ്മളവിടെ വിടുതൽ കാണും ദൈവമക്കളെ. നമ്മളവിടെ രോഗസൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ യാഗപീഠം ഹല്ലേലൂയ. If it is holy, if it is real from your heart, അത് വിശുദ്ധിയിൽ നിന്നാണ്, വിശ്വാസത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. നമ്മൾ എങ്കിൽ ആ യാഗവസ്തുവിന്റെ മേൽ ദൈവത്തിന്റെ തീറങ്ങും. നമുക്കറിയാം പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ ഗ്ലോറി ഇറങ്ങുന്നത് ആ യാഗവസ്തുവിൽ, ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുമ്പോഴാണ് ദൈവമക്കളെ അവിടെ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുന്നത്. നമ്മൾ അഭിഷേകം പ്രാപിക്കാൻ പലപ്പോഴും പലരും എനിക്കറിയാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാനായിട്ട് ഉപവസിക്കുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും കർത്താവിന്റെ വാഗ്ദത്തമാണ് സകല ജഡത്തിന്റെ മേലും അന്ത്യനാളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ളത്. അത്
അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കാത്തവർ തീർച്ചയായും നിങ്ങൾ അഭിഷേകം പ്രാപിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ഇന്റർസെസറി അതർ ടൈംസ് പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിങ്ങൾ നിറയപ്പെടും. ഹല്ലേലൂയ. രാമാന ഷേക്കോ റസിഖാരബ. സോ ഇങ്ങനെയുള്ള ആരാധന. അപ്പൊ നമ്മുടെ പാട്ടുകൾ പലപ്പോഴും എനിക്കത് കുറച്ച് എന്താ പറയുക ടൈം എടുക്കുന്നുണ്ട് പാടുമ്പോൾ. നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ കർത്താവിനെ നീയെന്നോ അങ്ങനൊന്നും പറയാൻ പാടില്ല. പാടുമ്പോൾ നമ്മൾ എന്താ പറയുക ഹൃദയത്തിൽ നിന്ന് ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്ന് വേണം നമ്മൾ സ്തുതിയും സ്തോത്രവും പറയാൻ. നമ്മൾ പാടുന്ന പാട്ടുകൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. കർത്താവേ, ഇത് അങ്ങേക്ക് അങ്ങയുടെ നാമ മഹത്വത്തിന് തീരുന്ന പാട്ടാണോ ഇതെന്ന്. ഹല്ലേലൂയ. ഇഫ് ഇറ്റ് ഈസ് എന്താ പറയാ അത് റിയൽ ആ പ്രൈസ്, ആ സ്തുതി സ്തോത്രം എല്ലാം ഹല്ലേലൂയ അങ്ങനത്തെ പാട്ടുകൾ വേണം നമ്മുടെ ആരാധനയെ നമ്മൾ ഉൾപ്പെടുത്താൻ. ഹല്ലേലൂയ. ആ യാഗത്തിലാണ് ദൈവമക്കളെ തീ കത്തുന്നത്. ഹല്ലേലൂയ. സോ ദാവീദ് പറയുന്നു ഹല്ലേലൂയ, ധനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ഹല്ലേലൂയ. ഇന്ന് മുതൽ ഈ വചനം കേട്ട് എല്ലാ ദൈവമക്കളും അപ്രകാരം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇറ്റ്സ് എ റിയൽ വർഷിപ്പ്. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ചുമ്മാ എല്ലാവരെയും കാണിക്കാൻ കുറച്ച് ഡാൻസ് ചെയ്ത് പാട്ടുപാടി ആരാധിച്ചിട്ട് മടങ്ങി വരാവുന്നേ ഉള്ളൂ. അത് ഫ്ലഷിനെ സന്തോഷിപ്പിക്കത്തേ ഉള്ളൂ. പക്ഷേ ഹൃദയ നുറുക്കത്തിന് ഹല്ലേലൂയ നമ്മുടെ റിപ്പൻഡന്റ് ആയിട്ടുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയിൽ ദൈവമക്കളെ തീർച്ചയായും ആ യാഗപീഠത്തിൽ തീ ഇറങ്ങിയിരിക്കും. ഈ വർഷങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. ഈ വർഷങ്ങളാൽ കടന്നു വന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ അപ്പാ. ഹല്ലേലൂയ. ഈ വേളയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ ദൈവത്തെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, സ്തുതി ഗീതങ്ങൾ പാടുവാൻ, ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ വർഷിപ്പ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥന യാചനയെ പറ്റിക്കിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോം ഞങ്ങൾക്ക് വേണ്ടി ജീവനിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. Thank you Jesus, thank you Holy Spirit.